ദ ആർട്ട് ഓഫ് സ്പീക്കിംഗ് അപ്പ്. ആരെടുത്ത് ചോദിച്ചാലും നമ്മുടെ ജനറേഷനിൽ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, സർ എനിക്ക് പറയാൻ ഒരുപാടുണ്ട്, പക്ഷെ അത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ഐഡിയാസ് ഒരുപാടുണ്ട്, പക്ഷെ അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു ജനക്കൂട്ടത്തിന് മുമ്പിൽ പോട്ടെ, എൻ്റെ ഫ്രണ്ട് ഗ്രൂപ്പിൻ്റെ മുമ്പിൽ പോലും എനിക്കതൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇവിടെ ഉണ്ട്, പക്ഷെ അത് ഇവിടെ വരത്തില്ല. ഇതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതായിരിക്കും നമ്മുടെ എല്ലാവരുടെയും പ്രോബ്ലം. നമ്മുടെ ജനറേഷനിൽ മിക്ക ആൾക്കാർക്കും ഇതുണ്ട്. കേൾക്കാൻ കാര്യം കുറച്ച് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും സംഗതി കുറച്ച് സീരിയസാണ്. എന്ന് വെച്ചാലും പേടിക്കൊന്നും വേണ്ട കേട്ടോ, നമുക്കത് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കങ്ങ് സോൾവ് ചെയ്താലോ? നമ്മളെല്ലാവരും അറിയേണ്ട ഒറ്റൊരു കാര്യമുള്ളൂ, നമ്മൾ ആരും ഒരു പെർഫെക്റ്റ് സ്റ്റൈലുമായിട്ടല്ല ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ എൻവയൺമെൻറ്റ്, നമ്മുടെ പാരൻസ്, നമ്മുടെ ടീച്ചേഴ്സ്, ഈവൻ നമ്മൾ കാണുന്ന യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആക്ടേഴ്സ്, ഇവരൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു രീതിയും നമ്മുടെ ഒരു മൂവ്മെൻറ്റ് സ്റ്റൈലും നമ്മുടെ പേഴ്സണാലിറ്റിയും നമ്മുടെ ക്യാരക്ടറിൻ്റെയും എല്ലാം എഫക്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ആരാണോ നമ്മളെ ആക്കുന്നത്. സോ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആരാകി മാറുന്നു എന്നുള്ളതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ പേഴ്സണാലിറ്റി ചേഞ്ച് വരുത്തുന്ന പോലെ നമ്മുടെ സ്റ്റൈലിലും നമുക്ക് ചേഞ്ച് വരുത്താം. സ്റ്റെപ്പ് 1, ബിൽഡിങ് യുവർ ഓൺ സ്റ്റൈൽ. കാര്യം നമുക്ക് എല്ലാവർക്കും സംസാരിക്കുന്ന ഒരു ശൈലി കാണും. ആക്സെൻറ്റിനെ കുറിച്ച് നമ്മളിവിടെ സംസാരിക്കുന്നില്ല. ആക്സെൻറ്റ് ഡസൻറ്റ് മാറ്റർ. നമുക്ക് സംസാരത്തിൻ്റെ ഒരു സ്റ്റൈൽ കാണും. നമ്മൾ ചിലർ ഇഴഞ്ഞായിരിക്കും സംസാരിക്കും, ചിലർ സ്പീഡിൽ സംസാരിക്കും, ചിലർ ഒരു മീഡിയം ടൂളിലായിരിക്കും സംസാരിക്കുന്നത്, ചിലർ ഡീപ്പ് വോയിസിൽ സംസാരിക്കും, ചിലർ ഹൈ വോയിസിൽ സംസാരിക്കും. പക്ഷേ എല്ലാവർക്കും അവരുടേതായ ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ കാണും. നമ്മൾ നമ്മുടെ രീതികളും നമ്മുടെ ഒരു ചിട്ടയും കാര്യങ്ങളും എല്ലാം എവിടെ നിന്ന് അക്വയർ ചെയ്യുന്നത്? നമ്മുടെ വീട്ടുകാരിൽ നിന്നും, നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ നിന്നും, നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ ആയിരിക്കും, നമ്മളുടെ സറൗണ്ടിങ്സിൽ നിന്നാണ് നമ്മൾ നമ്മുടെ സ്റ്റൈലും നമ്മുടെ പേഴ്സണാലിറ്റിയും എല്ലാം അക്വയർ ചെയ്യുന്നത്. നമ്മുടെ സിറ്റുവേഷൻസാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റി പോലെ തന്നെയാണ് നമ്മുടെ സ്പീക്കിംഗ് സ്റ്റൈലും. സോ നിങ്ങൾക്ക് സ്പീക്കിംഗ് ബെറ്റർ ആക്കണമെങ്കിൽ ഫൈൻഡ് ഔട്ട് സം പീപ്പിൾ. നിങ്ങൾക്ക് പ്രചോദനം തോന്നുന്ന 1-2 പേര്, ഇൻസ്പിറേഷൻ തരുന്ന 1-2 പേർ, അവരുടെ സ്പീക്കിംഗ് സ്റ്റൈൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അവരുടെ സ്പീക്കിംഗ് സ്റ്റൈൽ നിങ്ങൾ കാണുക, അവരെ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഒരുപാട് പേരാവരുത്, ഇവരുടെ സ്പീക്കിംഗ് സ്റ്റൈൽ കാണുക, ഇവരുടെ സ്പീച്ചസ് കാണുക. ആൻഡ് ഇവരുടെ സ്പീച്ചസിൽ നിന്ന് നിങ്ങൾ കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ തലയിലേക്ക് ഇവരുടെ സ്റ്റൈൽ ഫീഡ് ആയിക്കൊണ്ടിരിക്കും. ഇവർ ഓരോ ടൈമിലും ഓരോ മൂമെൻറ്റ്സും, ഇവരുടെ ഓരോ ആക്ഷനും, ഇവരുടെ ഓരോ ലാംഗ്വേജിൽ ഇവർ യൂസ് ചെയ്യുന്ന വേസും, ഇവരുടെ ഒരു സ്പീക്കിങ്ങിൻ്റെ ടോണും സ്പീഡും ടെമ്പോയും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങളിവിടെ ഫീഡ് ചെയ്യും. എന്നിട്ട് ഈ പല സംഭവം കിട്ടിയിട്ട് വാട്ട് ഡു വി ഹാവ് ടു ഡു? വി ഹാവ് ടു കോപ്പി ഇറ്റ് ഡൗൺ. അതായത് സ്റ്റുഡൻസിൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാട്ടുണ്ട്, കോപ്പി അടിക്കുക. ഇവരെല്ലാവരും ചെയ്യുന്നത് തന്നെ നിങ്ങൾ കോപ്പി അടിക്കുക. ഇവരുടെ സ്പീക്കിംഗ് സ്റ്റൈലുണ്ട്, പല സ്പീക്കിംഗ് സ്റ്റൈൽ നിങ്ങൾ കോപ്പി ചെയ്ത് നിങ്ങളുടെ ഒരു കസ്റ്റമൈസ് ചെയ്ത സ്റ്റൈൽ നിങ്ങൾ ബിൽഡ് ചെയ്യുക. ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ എൻ്റെ സ്റ്റൈലിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ സ്പീഡ് ഇഷ്ടപ്പെടുന്നില്ല, ഓവർ സ്പീഡാണ്, നിങ്ങളത് ഓക്കെ, അപ്പോൾ എൻ്റെ സംസാരത്തിൽ എനിക്ക് സ്പീഡ് ഒഴിവാക്കണം, ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യും. എന്നിട്ട് അവസാനം ഇതൊന്നും അല്ലാത്ത ഒരു അവിയൽ പരുവം സംഭവം നിങ്ങൾക്ക് കിട്ടും. സ്റ്റെപ്പ് 2, ആപ്ലിക്കേഷൻ. ഈ ഒരു അവിയൽ പരുവം സാധനം നമ്മുടെ കൈ കിട്ടും. ഇത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ ഡെയിലി ലൈഫ് കോൺവെർസേഷൻസിൽ ചെറുതായിട്ട് ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. സ്പീക്കിംഗ് സ്റ്റൈൽ അത് ഏത് ലാംഗ്വേജും ആയിക്കോട്ടെ, അത് പയ്യെ നിങ്ങളുടെ ലൈഫിൽ ഡെയിലി ലൈഫ് കോൺവെർസേഷൻസിൽ ഇത് സ്ലോലി അപ്ലൈ ചെയ്യുക. അതായത് മൊത്തത്തിൽ നിങ്ങളിപ്പോൾ ഒരാളുടെ അടുത്ത് പെട്ടെന്ന് കയറി ഭയങ്കരമായിട്ട് അങ്ങ് സംസാരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ചെറുതായിട്ട് ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങുക. സ്റ്റെപ്പ് 3, പ്രാക്ടീസ്. ഏതൊരു കാര്യത്തിനാണെങ്കിലും പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നിങ്ങളിത് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ കാര്യം, നമുക്ക് ചുറ്റും ഒരു കംഫർട്ടബിൾ സോണുണ്ട്, ഒരു കംഫർട്ട് സോണുണ്ട്. ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ടതാണ്. എന്നാലും ഈ കംഫർട്ട് സോണിലുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും വീൽ ഗെറ്റ് ഇറ്റ്. നമുക്ക് എംബാരസ്മെൻറ്റ് തോന്നുന്നത് വളരെ കുറവായിരിക്കും, വളരെ ലിമിറ്റഡ് ആയിരിക്കും. ആൻഡ് വീൽ ഗെറ്റ് ഇറ്റ്. നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നത്, നമുക്ക് എവിടെയാണ് തെറ്റുകൾ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആൻഡ് വി ക്യാൻ കീപ് ദാറ്റ് ഓൺ മൈൻഡ്. ആൻഡ് ദെൻ കംസ് പ്രാക്ടീസ്. നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. അതായത് കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്നിരുന്ന് പ്രാക്ടീസ് ചെയ്യുക. കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിങ്ങളായിരിക്കണം നിങ്ങളുടെ ടോപ്പ് ഫാൻ, നിങ്ങളായിരിക്കണം നിങ്ങളുടെ ടോപ്പ് വെൽ വിഷർ. അതുകൊണ്ട് നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് മിററുടെ ഫ്രണ്ടിൽ ചെന്നിരുന്ന് പ്രാക്ടീസ് ചെയ്യുക. സംസാരിക്കുന്ന ഓരോ മൂവ്മെൻറ്റ്സും ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് തെറ്റ് പറ്റുവാണെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. ആൻഡ് പ്രാക്ടീസ് ചെയ്ത് സ്ലോലി യു വിൽ റീച്ച് എ സ്റ്റേജ് വേർ ദിസ് തിങ്സ് ലൈക്ക് ഓൾ ദീസ് ക്യാരക്ടർ, ആ അവിയൽ വരുന്ന സംഭവം ഒന്ന് സ്ട്രക്ചറായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റെപ്പ് 4, മോഡിഫിക്കേഷൻ. അതായത് ഇനി നിങ്ങൾക്ക് ആ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സംഭവം കിട്ടിയല്ലോ, ഇനി ആ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സംഭവം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ കംഫർട്ട് സോണിലായിരുന്നു നേരത്തെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി കംഫർട്ട് സോണിലല്ല അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്ക്. നിങ്ങളുടെ ലൈഫിൽ ഇത് എങ്ങനെ ബന്ധിപ്പിക്കാം? അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കണം, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റേജിൽ വരിക, ഒരു കാര്യം സംസാരിക്കണം എന്ന് പറഞ്ഞ് വിളിപ്പിക്കുക. നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്ത് സ്റ്റേജിൽ ചെന്ന് ട്രൈ സ്പീക്കിംഗ് ഇൻ ദിസ് വേ ആൻഡ്
ട്രൈ ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. നിങ്ങൾ അവിടെ ചിലപ്പം ഒന്ന് തളർന്നെന്ന് വിചാരിച്ചാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകത്തേ ഉള്ളൂ. വി ഹാവ് ടു മൂവ് ഓൺ ആൻഡ് മൂവ് ഫോർവേഡ്. സോ മൂവ് ഫോർവേഡ് ആൻഡ് ഹാൻഡിൽ ദോസ് സിറ്റുവേഷൻ. ആൻഡ് സ്റ്റെപ്പ് 5, ബി എ ലേണർ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആരും ഒരിക്കലും 100% പെർഫെക്റ്റ് ആവത്തില്ല. ഒരിക്കലും പെർഫെക്റ്റ് ആവത്തില്ല. നമ്മൾ ഇന്നിപ്പോൾ ഒരു പെർഫെക്റ്റ് സ്റ്റൈലിലുള്ള നമുക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്ന രീതിയിൽ ഒരു സ്റ്റൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയാലും അത് മറ്റൊരാൾക്ക് ഇംപെർഫെക്റ്റ് ആയിരിക്കും. മറ്റൊരാളുടെ പേഴ്സണാലിറ്റിയുടെയും കാര്യങ്ങളുടെയും മുമ്പിൽ വെച്ച് അത് വളരെ ചെറുതായിരിക്കും. സോ ഓൾവേസ് ബി ഓപ്പൺ ലേണർ. ഒരാളുടെ സ്റ്റൈൽ കണ്ട് നിങ്ങൾക്ക് അയാളുടെ രീതി കുറച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബി ഓപ്പൺ ഇൻ അക്സെപ്റ്റിംഗ് ദാറ്റ്, ബി ഓപ്പൺ ടു അഡാപ്റ്റ് ദാറ്റ്. മേ ബി നിങ്ങൾക്കൊരു കോമ്പറ്റീറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരാൾക്കായിരിക്കും ഈ പറയുന്ന പേഴ്സണാലിറ്റീസ് ഉള്ളത്. ബട്ട് ബി ആൻ ഓപ്പൺ ലിസണർ, ബി ആൻ ഓപ്പൺ കോമ്പറ്റീറ്റർ ആൻഡ് ബി ആൻ ഓപ്പൺ ലേണർ. ഈ പറയുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ്. ദർ ഇസ് നോ ഹാം ഇൻ ടേക്കിംഗ് ഇറ്റ്. സോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളെടുത്ത് നമ്മുടെ കാര്യങ്ങളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ I can promise you that with time you will master it. So this was the first part of the series. ഈ സീരീസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് we are cracking up the fear of stage. നമ്മൾ സ്റ്റേജ് ഫിയറിനെ ഓരോന്നായിട്ട് കട്ട് ചെയ്തങ്ങ് വീഴ്ത്താൻ പോവാം. So let us continue on this journey and let's master it together. By the way, like, share and subscribe.